അങ്ങനെ കേരള മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ എന്ന ജനനായകനെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി പോയത് എ.കെ. ആന്റണിയുടെ വസതിയിലേക്കായിരുന്നു. അവിടെ ചെല്ലുകയും അദ്ദേഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും കേരള സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു എ.കെ. ആന്റണി. അപ്പോൾ ഒരുപാട് ഈ പറയുന്ന നിയമത്തെപ്പറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണത്തെപ്പറ്റിയും കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വി.ഡി. സതീശന് എ.കെ. ആന്റണിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയും കൂടിയാണ് എ.കെ. ആന്റണി. പിന്നീട് ഇപ്പോൾ വി.ഡി. സതീശൻ ഈ പറയുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയും അതുപോലെ പ്രസ് മീറ്റിൽ പങ്കെടുക്കുകയും പിന്നീട് വി.ഡി. സതീശൻ പോയത് തന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ താൻ ഇഷ്ടപ്പെടുന്ന നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുകയും ചാണ്ടി ഉമ്മനെ കാണുകയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യയെ കാണുകയും അവിടെ ചെന്ന് പല കാര്യങ്ങളും സംസാരിക്കുകയുണ്ടായി. അതിലൂടെ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഏറ്റവും തനിക്ക് ഇഷ്ടപ്പെട്ട തന്റെ ഒരു രാഷ്ട്രീയ കാലം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനൊപ്പം നിയമസഭയിലുണ്ടായ കാലമാണെന്നുള്ള കാര്യവും ഈ പറയുന്ന വി.ഡി. സതീശൻ അവിടെ വെച്ച് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് വി.ഡി. സതീശൻ എന്ന ആ ഒരു ജനവികാരം അത് ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ജനവികാരത്തിന് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഒരു വില കൊടുത്തതിനും അത്തരത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തന്നെ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷത്ത് ഇപ്പോൾ 35 സീറ്റുകളുമായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ്. മറ്റുള്ള പല പേരുകളിലേക്കും ഈ പറയുന്ന മാറി ചിന്തിച്ചെങ്കിലും ഏറ്റവും അവസാനം CPM ഈ പറയുന്ന പിണറായി വിജയനെ തന്നെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 5 വർഷവും ഈ പറയുന്ന വി.ഡി. സതീശൻ വാസസ് പിണറായി വിജയൻ ഫൈറ്റ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തെ പോലെ ആയിരിക്കില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് വി.ഡി. സതീശൻ ഇരിക്കും, പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തായിരിക്കും ഇനി മുതൽ പിണറായി വിജയൻ ഇരിക്കാനായിട്ട് പോകുന്നത്. ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഈ പറയുന്നത് പോലെ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നിയമസഭയിൽ വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ആയിരുന്ന വ്യക്തി ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഇനിയും നിയമസഭയിൽ നമുക്ക് ഒത്തിരി പിണറായി വിജയൻ വാസസ് വി.ഡി. സതീശൻ ഫൈറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് വാഗ്വാദങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി ഫൈറ്റുകൾ ഈ പറയുന്ന നിയമസഭയിലൂടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഈ ഒരു സമയത്ത് നമുക്ക് ഉറപ്പാണ്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടി ഈ പറയുന്ന കേരളത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ച് സമയം എന്തൊക്കെയാണെങ്കിലും UDF സർക്കാരിന് കൊടുക്കേണ്ടതുണ്ട്. കാരണം കേരളം വലിയൊരു കടത്തിലാണ് ഇപ്പോൾ മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഏകദേശം 23,000 കോടി ഒരു വർഷം തന്നെ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും എമൗണ്ട് ഈ പറയുന്ന കേരളത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉള്ള വ്യക്തിയാണ് വി.ഡി. സതീശൻ. അത് പറയുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തികളിലുള്ള സീകളിൽ ഈ പറയുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് കൊണ്ടുവരികയും അതിലൂടെ പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാനൊക്കെ വി.ഡി. സതീശൻ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് പോകുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും ഈ പറയുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഏകദേശം കുറച്ചധികം മന്ത്രിമാരും കൂടി കൂടെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ബാക്കിയുള്ള മന്ത്രിമാർ, അതായത് മുസ്ലിം ലീഗിന് എത്ര മന്ത്രിമാർ, ഏതൊക്കെ മന്ത്രിസ്ഥാനമാണ്, അതുപോലെ ഈ പറയുന്ന കേരള കോൺഗ്രസിന് എത്ര മന്ത്രിമാർ, അതുപോലെ ഏതൊക്കെ മന്ത്രിസ്ഥാനമാണ് കൊടുക്കുന്നത്, രമേശ് ചെന്നിത്തലയെ എങ്ങനെയായിരിക്കും പാർട്ടി സമാധാനിപ്പിക്കാനായിട്ട് പോകുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് തീരുമാനങ്ങൾ ഇനി ഈ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് എടുക്കാനുണ്ട്. KC വേണുഗോപാൽ അധികം വൈകാതെ കേരളത്തിലെത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന 5 വർഷം നമ്മൾ ഈ പറയുന്നത് പോലൊരു വി.ഡി. സതീശൻ വാസസ് പിണറായി വിജയൻ ഫൈറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് കേരളത്തിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കട്ടെ. കാരണം ജനങ്ങൾ ഇത്രയും ഇഷ്ടപ്പെട്ട് ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന ഒരു സർക്കാരാണ് UDF, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ജനങ്ങളുടെ ആ ഒരു മനസ്സ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വി.ഡി. സതീശനും UDF പാർട്ടിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ UDF സർക്കാരിനും ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും എൻ്റെയും എൻ്റെ ചാനലിൻ്റെ പേരിലും ഒരു അഭിനന്ദനങ്ങൾ വീണ്ടും പറയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്